വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് കൊണ്ട് കൈമ ഉണ്ട ആക്കാനാണ് പോകുന്നത്. അതിനായി ഞാനിവിടെ ഒട്ടും നെയ്യില്ലാത്ത 1/2 കിലോ ബീഫ് ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ചിട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളം കൂട്ടാതെ വേണം നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ അവിടെ ഒരു 3/4 കപ്പാണ് അത്ര പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം. നല്ല നൈസായിട്ട് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ അത് നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. എന്ത് മസാല നോക്കാം. 1/4 മുറി തേങ്ങ, ഒരു 6 പച്ചമുളക്, 1 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പട്ടവും 4 കറാമ്പും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, കുറച്ച് മല്ലിച്ചപ്പും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ. വെള്ളമായി പോകാത്ത മസാല ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരച്ച് പൊടിയാക്കി വെച്ച അരച്ചിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ട് വേണം. പിന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറേ ഇട്ട് കൊടുത്തെങ്കിലും അത്ര ഒരു മാതിരി മാവ് തിന്ന പോലെ ആവും. അപ്പോൾ ഇറച്ചിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ നമുക്ക് വെള്ളം അനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനത് തേച്ച് വിട്ടിട്ടില്ല, ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുന്നവരെ നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കടലപ്പൊടിയും മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഈ ഒരു വലുപ്പത്തിൽ ഉരുളകളാക്കി കൊടുക്കാം. നമുക്ക് കുറേ വലിയ ഉരുളയാക്കാൻ പാടില്ല. അപ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് പണിയാവും. അപ്പോൾ ഇതാണ് കണക്ക്. അപ്പോൾ അതെല്ലാം ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഏത് പാത്രത്തിലാണോ ഉരുളകൾ വേവിക്കാൻ വെക്കുന്നത് ഇതിലൊക്കെ അങ്ങോട്ട് വട്ടത്തിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ എത്ര ഇതുപോലത്തെ പരന്ന പാത്രം എടുക്കാൻ നോക്കുക. എന്നിട്ട് ഞങ്ങൾ മസാല അരച്ച് വെച്ച വെള്ളം ഉണ്ടല്ലോ, മിക്സി കഴുകിയ വെള്ളം, അപ്പോൾ അത് കളയരുത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ ഉരുള മുങ്ങോളം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് വെള്ളം പറ്റുവോളം വേവിച്ചെടുക്കണം. നല്ല മൂടി വെച്ചിട്ട് വേവിക്കുക. അത് ഞാൻ പകുതിയോളം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം പറ്റിയിട്ടില്ല. ഈ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ കൈമ വെള്ളം വറ്റിയിട്ടുണ്ട്, കൈമ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല പൊട്ടാത്ത നല്ലൊരു ഉരുളമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൈമത്തിന് ഇറച്ചിയെടുക്കുമ്പോൾ നെയ്യില്ലാത്ത ഇറച്ചി തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ഉരുളകളെല്ലാം ഇങ്ങനെ പൊട്ടാതെ നല്ല കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് പിരിഞ്ഞ് പോകും വെന്തിട്ടാകുമ്പോൾ. അപ്പോൾ അതാ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിലിടുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചിട്ടെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഉരുളൊക്കെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്പം എടുത്തിട്ട് ഇതുപോലെ എണ്ണയിൽ പൊരിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചൂട് കൈമ ഉണ്ട റെഡിയാണ്. ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോയുമായി ഞാനിനി പിന്നെ വരണ്ട്. അതുവരെ ബൈ.